കരടി രാവിലെ ഉറക്കമുണർന്നപ്പോൾ മുതൽ ഭയങ്കര വിശപ്പ്. അത് തീറ്റ തേടി ഇറങ്ങി. അങ്ങനെ പോകുന്ന വഴിയിൽ അവൻ തേനീച്ചകളുടെ മൂളൽ കേട്ടു. അപ്പോൾ അവന് മനസ്സിലായി അടുത്തെവിടെയോ തേനീച്ചക്കൂടുണ്ടെന്ന്. അവൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി. അങ്ങനെ അവൻ ഒരു പുഴവക്കിൽ ചെന്നെത്തി. അവിടെ പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിലാണ് തേൻകൂടുള്ളത്. അതുകൊണ്ട് തന്നെ അവനത് എടുക്കാനും കഴിയില്ല. അവൻ സഹായത്തിനായി ചുറ്റും നോക്കി. അപ്പോൾ ഒരു കുരങ്ങൻ മരത്തിലിരിക്കുന്നത് കണ്ടു. അവൻ കുരങ്ങനോട് സഹായം ചോദിച്ചു. പക്ഷെ കുരങ്ങൻ തേനീച്ചകളുടെ കുത്തൽ പേടിച്ച് സഹായിച്ചില്ല. പാവം കരടി അത് പിന്നെയും സഹായത്തിന് ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കി. അപ്പോൾ ഒരു കാക്ക അവിടെ ഇരിക്കുന്നത് അവൻ കണ്ടു. കരടി കാക്കയോട് സഹായം ചോദിച്ചു. അപ്പൊ കാക്ക പറഞ്ഞു, പറ്റില്ല പറ്റില്ല, തേനീച്ചകൾ എന്റെ ചങ്ങാതിമാരാണ്, അവരുടെ കൂട് തകർക്കാൻ ഞാൻ സഹായിക്കില്ല. കാക്കയും കൈയൊഴിഞ്ഞപ്പോൾ കരടി നിരാശനായി പുഴക്കരയിലിരുന്നു. അപ്പോൾ അതുവഴി ഒരു മുതല വന്നു. ദുഃഖിച്ചിരിക്കുന്ന കരടിയെ കണ്ട മുതല കാര്യം അന്വേഷിച്ചു. കരടി തന്റെ തേൻ കുടിക്കാനുള്ള ആഗ്രഹം മുതലയോട് പറഞ്ഞു. അപ്പോൾ മുതല പറഞ്ഞു, ഷോ, കഷ്ടമായി പോയി ചങ്ങാതി, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമായിരുന്നേൽ ഞാൻ സഹായിച്ചേനെ. അപ്പോൾ കരടിക്കൊരു സൂത്രം ഉദിച്ചു. ഏയ് മുതലച്ചേട്ടാ, നിങ്ങൾ എന്നെ തേൻ എടുക്കാൻ സഹായിക്കാമോ? ഞാനോ? ഞാനെങ്ങനെ നിന്നെ സഹായിക്കും? അത് മരത്തിനു മുകളിലല്ലേ. അതിനൊരു വഴിയുണ്ട്. ഞാൻ കല്ലെറിഞ്ഞ് കൂട് വീഴ്ത്താം. നിങ്ങൾ അതെനിക്ക് പിടിച്ചുകൊണ്ടു വന്ന് തന്നാ മതി. ഹാ, ഇത് നല്ലൊരു സൂത്രമാണ്, മുതല മനസ്സിൽ വിചാരിച്ചു. ഹോ, എത്ര നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഈ തേൻകൂട് കഴിക്കുക എന്നുള്ളത്. ഈ മണ്ടനെ പറ്റിച്ച് തേൻ മുഴുവനും കഴിക്കണം. മുതല തേൻകൂടിന് താഴെ പോയി വായും പൊളിച്ചു നിന്നു. കരടി കല്ലെറിഞ്ഞ് തേൻകൂട് വീഴ്ത്തി. മുതല അത് ഒറ്റയടിക്ക് കഴിച്ചു തീർത്തു. അയ്യോ, നിങ്ങൾ എന്താ ഈ കാട്ടിയത്? എനിക്ക് തരാതെ തേൻ മുഴുവനും കഴിച്ചോ? എടാ മണ്ട, വായ്ക്കകത്ത് വന്ന ഭക്ഷണം വിട്ടുകളയാൻ ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. ഈ തേൻകൂട് എന്റെയും ഒരുപാട് നാളായുള്ള ആഗ്രഹമാണ്. അതെന്നിലേക്ക് എത്തിച്ചതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് മുതല ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോയി. പാവം കരടി ഒരുപാട് ആഗ്രഹിച്ചിട്ടും തേൻ കഴിക്കാൻ പറ്റാത്തതിൽ വിഷമിച്ചവൻ നിന്നു.